പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ഗൗരവമേറിയ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഇത്രയും അധികം പ്രതിസന്ധിയും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നത്? ആറന്മുളയിൽ, പാലായിൽ, അപ്പർ കുട്ടനാട്ടിൽ ഒക്കെ വെള്ളം കയറിയാൽ എന്തുകൊണ്ടാണ് വളരെ വേഗം അത് ഇറങ്ങിപ്പോവാത്തത്? 2-3 ദിവസം ഈ വെള്ളക്കെട്ടിൽ മനുഷ്യൻ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയ കാര്യങ്ങളിലൊന്ന് മനുഷ്യനിർമ്മിതം കൂടിയാണ്, നമ്മുടെ അനാസ്ഥയാണ്. പോയ സർക്കാരും ഇപ്പോഴുള്ള സർക്കാരുമെല്ലാം അതിന് ഉത്തരവാദികളാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്: ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്: തോട്ടപ്പള്ളി പുഴയിൽ ആഴം കൂട്ടിയില്ല. പുഴയിലെ മണൽത്തിട്ടകൾ കൃത്യസമയത്ത് നീക്കാത്തതിനാൽ കടലിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞു. സ്പിൽവേയിലൂടെ 1800 ക്യൂബിക് മീറ്റർ ജലം ഒഴുക്കമായിരുന്നിട്ടും 600 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് ഒഴുക്കുന്നത്. എന്ന് വെച്ചാൽ സ്പിൽവേയിലൂടെ ഒഴുക്കേണ്ട വെള്ളത്തിന്റെ 1/3 മാത്രം. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വെള്ളം വലിയാത്തത്? മണൽ നീക്കാത്തതിനാൽ സ്പിൽവേ ഷട്ടറുകളിൽ മാലിന്യം അടിഞ്ഞ് ഒഴുക്ക് നിലച്ചു. മണൽ നീക്കേണ്ടിയിരുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. മനീഷ് മഹിപാൽ ഇപ്പോൾ തോട്ടപ്പള്ളി ഭാഗത്തുണ്ട്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. മനീഷ്, എന്താണ് നമ്മൾ കണ്ട കാഴ്ച? എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെയും പരിചിതമല്ലാത്ത രീതിയിൽ വെള്ളം അതിവേഗം കയറുകയും സാവധാനം മാത്രം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേയിൽ 1/3 മാത്രമാണോ വെള്ളം ഇപ്പോൾ കടന്നു പോകുന്നത്? ആരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥയാണ് മനീഷ് മഹിപാൽ? അരുൺകുമാർ, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. അതായത് 2018 പ്രളയത്തിന് ശേഷം സർക്കാർ നിയോഗിച്ച, ഹൈക്കോടതി മുഖേന നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. മഴക്കാലത്തിന് മുൻപേ തന്നെ ഇവിടെയുള്ള മണൽ നീക്കം ചെയ്യണം. അത് KMMR-ലിനോ IREL-നോ ഒക്കെ കൊടുക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ടെൻഡർ വിളിച്ച് ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ കൊടുത്തിട്ടാണെങ്കിലും ഇവിടുത്തെ മണൽ നീക്കം ചെയ്യണം. ചെന്നൈ IIT-യുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചും തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ചെന്നൈ IIT-യുടെ പഠന റിപ്പോർട്ടിലുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് വലിയ അനാസ്ഥ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതായത് തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ 40 ഷട്ടറുകളിൽ 39 ഷട്ടറുകൾ തുറന്നു. അതായത് 365 മീറ്റർ വീതിയുണ്ട്. പക്ഷേ 365 മീറ്റർ വീതിയിൽ ഇവിടെ വെള്ളം പൊഴിമുഖത്ത് നിന്നും ഒഴുകിപ്പോകുന്നില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൊഴിമുഖത്തിന്റെ ദൃശ്യമാണ്. അതായത് പൊഴിമുഖത്ത് സ്വാഭാവികമായി പൊഴി മുറിഞ്ഞതാണ്. അതായത് കിഴക്കൻ വെള്ളം, മലയോര മേഖലയിൽ നിന്നെത്തുന്ന വെള്ളമെത്തി ഉണ്ടായിരുന്ന പൊഴി മുറിഞ്ഞു മാറി ഏകദേശം 100 മീറ്റർ ഇതിൽ താഴെ മാത്രമാണ് പൊഴി മുറിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ മുറിയേണ്ടത് 365, അതായത് 365 മീറ്റർ വീതി ഉണ്ടെങ്കിൽ ഏകദേശം 350 മീറ്ററിനെങ്കിലും മുകളിൽ വീതിയിൽ ആ പൊഴിമുഖം മുറിഞ്ഞു പോയാൽ മാത്രമേ അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പോവുകയുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഒരു സെക്കൻഡിൽ 60,000 ഘനയടി വെള്ളം പോകാനുള്ള കപ്പാസിറ്റി ആ സ്പിൽവേക്കുണ്ട്. പക്ഷേ ഈ നിലവിൽ പോകുന്നത് 20,000 മാത്രമാണ്. ഒപ്പം തന്നെ 1800 ക്യൂബിക് സെക്കൻഡിൽ 1800 മീറ്റർ വെള്ളം പോകേണ്ടത് പോകുന്നത് 600 മാത്രമാണ്. അങ്ങനെയുള്ള വലിയ അനാസ്ഥയുണ്ട്. ഒപ്പം തന്നെ ആഴം കൂട്ടണം. അതായത് 2022 ശേഷം വലിയ രീതിയിൽ വെള്ളം കുട്ടനാട്ടിൽ എവിടെയും തങ്ങി നിന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പൊഴിമുഖത്ത് വെള്ളം ഒഴുകി പോകുന്നതിന്റെ തൊട്ട് താഴെ 20 അടി താഴ്ചയിലാണ് ഇവിടെ നിന്ന് മണലെടുത്തിരുന്നത്. അതായത് കരിമണലടക്കമുള്ള മണലെടുത്തിരുന്നു. അന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെ സർക്കാർ പ്രതിരോധിച്ചത് അത് മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു പക്ഷേ അങ്ങനെ പ്രതിരോധിച്ചതിൽ വാസ്തവമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഇവിടെ നിന്നും 20 അടി താഴ്ചയിൽ മണൽ നീക്കിയത് കൊണ്ട് മാത്രം കഴിഞ്ഞ മുൻകാലങ്ങളിൽ, അതായത് 2022 മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പർ കുട്ടനാട്ടിലും കുട്ടനാട്ടിലും വെള്ളം ഇത്രയും അധികം പൊങ്ങിയിട്ടില്ല. വെള്ളപ്പൊക്കം 2022-ലും 23-ലും 24-ലും 25-ലും വെള്ളം പൊങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് 2026-ൽ വെള്ളം പൊങ്ങാനുണ്ടായ കാരണം ഈ തോട്ടപ്പള്ളി പൊഴിയിലെ ഇറിഗേഷൻ വകുപ്പിന്റെ വലിയ അനാസ്ഥയാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തുന്ന അച്ചൻകോവിൽ, മണിമല, പമ്പ ആറുകളിൽ നിന്നെത്തുന്ന വെള്ളത്തിലെ 2% പോകുന്നത് തോട്ടപ്പള്ളി പൊഴി വഴിയാണ്. 1% വെള്ളമാണ് അത് പുന്നമടക്കായലിലൂടെ തണ്ണീർമുക്കം ബണ്ടിലൂടെ പിന്നീട് കൊച്ചിയിലെത്തി പിന്നീട് അവിടെ നിന്നും അത് അറബിക്കടലിലേക്ക് എത്തുക. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴക്കാലത്തിനും, അതായത് വളരെ കരുതലോട് കാണേണ്ട മഴക്കാലത്ത് ഇത്തരത്തിലുള്ള വലിയ അനാസ്ഥ ഉണ്ടാകുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 39 ഷട്ടർ, അതായത് 40 ഷട്ടറുകളിൽ 1 ഷട്ടർ ഇപ്പോഴും തകർച്ചയിലാണ്. 49 ഷട്ടറുകളിൽ 5 ഷട്ടറുകൾ കയറുകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ മാലിന്യം തോട്ടപ്പള്ളിയിലേക്ക് വെള്ളം എത്തിയാലും ഇനി ഇപ്പോൾ ഈ പൊഴിമുഖം തുറന്നു വിട്ടാലും വലിയ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് സ്പിൽവേയുടെ തൊട്ട് പറ്റേ തന്നെ കിലോ കണക്കിന്, ക്വിന്റൽ കണക്കിന് മാലിന്യമാണ് കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്നത്. ആ മാലിന്യം ഉള്ളത് കൊണ്ട് തന്നെ ആ മാലിന്യം നീക്കം ചെയ്യാതെ ഈ വെള്ളമൊന്നും ഒഴുകിപ്പോകില്ല. ഈ തോട്ടപ്പള്ളി പൊഴി വഴി വെള്ളം ഒഴുകി പോകാതെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് അറുതി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ
അപ്പർ കുട്ടനാട് ലോവർ കുട്ടനാട് മേഖലകളിൽ വെള്ളം ഓരോ മണിക്കൂർ ഉയരുകയാണ്. AC റോഡിൽ വെള്ളം ഉയരുകയാണ്. ഇന്നലെ രാത്രിയിൽ ലോവർ കുട്ടനാട്ടിലെ 2 പാടശേഖരങ്ങളിൽ മട വീണു. അടുത്ത മണിക്കൂറുകളിലെങ്കിലും തോട്ടപ്പള്ളി വഴിയുള്ള ഈ നീരൊഴുക്ക് അറബിക്കടലിലേക്ക് ശക്തമായി പോയില്ലെങ്കിൽ അത് വലിയ അപകടം കുട്ടനാട് മേഖലകളിൽ ഉണ്ടാക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, മനീഷ് മഹിപാൽ, 1/3 വെള്ളം മാത്രമാണ് നമുക്കിപ്പോൾ തോട്ടപ്പള്ളിയിലൂടെ ഒഴുക്കിവിടാൻ കഴിയുന്നത്. സ്പിൽവേയിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. സ്പിൽവേയിൽ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് വെള്ളം കടക്കാത്ത വിധത്തിൽ ഈ കൂമ്പാരമായിട്ട് മാലിന്യം കിടക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ മഴക്കാലം തുടങ്ങും. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഈ സ്റ്റിൽ വിഷ്വൽസ് ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണോ അതോ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണോ മനീഷ് മഹിപാൽ? അതായത് ഈ സ്പിൽവേയുടെ ഭാഗത്ത് കാട് പിടിച്ച് കിടക്കുന്നത്, മാലിന്യ കൂമ്പാരം കിടക്കുന്നത്. അരുൺകുമാർ, നമുക്ക് മഴയുള്ളത് കൊണ്ടാണ്, അതിശക്തമായ മഴയുള്ളത് കൊണ്ടാണ് ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റാത്തത്. ഇത് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരവും പകർത്തിയ ചിത്രങ്ങളാണ്. അതായത് ഇപ്പോഴും ആ സ്പിൽവേക്ക് കിഴക്ക് ഭാഗത്ത് മാലിന്യം അത്രമേൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അത്ര ക്വിന്റൽ കണക്കിന് മാലിന്യമാണ്. അത് ദിവസങ്ങളായി എത്തുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള തടി, മരച്ചില്ലകൾ അടക്കമുള്ള വലിയ വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റ്, അതായത് പ്രാഥമികമായ നടപടിയാണ് ഇറിഗേഷൻ വകുപ്പിന് ഈ മണൽ നീക്കം അല്ലെങ്കിൽ പൊഴിമുറിക്കൽ, സ്പിൽവേയിലെ ഷട്ടറുകളിലെ അറ്റകുറ്റപ്പണിയേക്കാൾ കൂടുതൽ പ്രാഥമികമായി നടത്തേണ്ടത് സ്പിൽവേയിലേക്ക് എത്തുന്ന മാലിന്യം അവിടെ നിന്ന് മാറ്റുക എന്നതാണ്. പക്ഷേ ആ മാലിന്യത്തിന്റെ ചിത്രങ്ങളടക്കം ഇന്നലെ നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതിനുശേഷവും അത് മാറ്റാനുള്ള ഒരു നടപടിയുമായിട്ടില്ല. ഇപ്പോഴത്തെ ഇറിഗേഷൻ വകുപ്പ് പറയുന്നത് സ്പിൽവേയിൽ അടിച്ചിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് അല്ല, അത് ടെൻഡർ വിളിച്ച് അത്തരം, അതായത് ഈ ദൃശ്യങ്ങൾ ഇപ്പോഴുള്ള ദൃശ്യങ്ങളാണോ? അതെ അരുൺകുമാർ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്പിൽവേയുടെ പടിഞ്ഞാറ് ഭാഗമാണ്. ഇപ്പോൾ നമ്മളെ കിഴക്ക് ഭാഗത്ത് ചെന്നാൽ ഇതേ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ക്യാമറയിൽ പകർത്തി ലൈവായി കാണിക്കാൻ കഴിയും. കാരണം ആകാശ ദൃശ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ലൈവായ ദൃശ്യങ്ങൾ ഇവിടെ ഒന്നും കാണിക്കാൻ കഴിയാത്തത്. ഈ സ്പിൽവേയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഇന്നലത്തെ ചിത്രമാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണാം. ഞങ്ങൾ ലൈവായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കാണിച്ചു തരാം. ഇത് നേരത്തെയുള്ള ചിത്രങ്ങളോ കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങളോ അല്ല. ഇത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളും അല്ല. ഇന്ന് ഇവിടെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, ഇത് ആരാണ് നീക്കം ചെയ്യുന്നത്? ഇറിഗേഷൻ വകുപ്പല്ലേ? ഇറിഗേഷൻ വകുപ്പ് ഇത് നീക്കം ചെയ്യാതെ എന്ത് പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്? ഇത്രയും തീവ്രമായ മഴ വരും എന്ന മുന്നറിയിപ്പുണ്ടായിട്ടും തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതിലൂടെ എങ്ങനെയാണ് അപ്പർ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കടലിലേക്ക് ഒലിച്ചു പോവുക? അപ്പോൾ വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് തത്സമയം ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ഇത് ഏതെങ്കിലും തരത്തിൽ നേരത്തെയുള്ള ചിത്രങ്ങളിൽ ഇത് കാണിക്കുന്നതല്ല, ഇപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെയാണ് തോട്ടപ്പള്ളി സ്പിൽവേ മുഴുവൻ ഈ മാലിന്യം വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ 1/3 വെള്ളം മാത്രമേ ഒഴുകുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് അപ്പർ കുട്ടനാട് ഭാഗത്തുനിന്ന് ലോവർ കുട്ടനാട് ഭാഗത്തു നിന്നൊക്കെ വെള്ളം അത്ര വേഗം ഒഴുകിപ്പോവുക? അപ്പോൾ കയറി വരുന്ന ആ വേഗതയിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടെത്തുകയായിരുന്നു നമ്മൾ അങ്ങേയറ്റം വരെ യാത്ര ചെയ്തു. തോട്ടപ്പള്ളി പോയി. ഇന്നിപ്പോൾ മനീഷ് മഹിപാൽ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഗുരുതരമായ അനാസ്ഥയുടെ നേർചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഇനി ആകാശ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം ലൈവായിട്ട്. ഇപ്പോൾ അവിടെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, കാരണം വേമ്പനാട്ട് കായലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. 3600 ദശലക്ഷം ക്യൂബിക് മീറ്ററൊക്കെ ഉൾക്കൊണ്ടിരുന്നിടത്ത് 365 ദശലക്ഷം ക്യൂബിക് മീറ്ററേ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. അത് 10-1 കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വേമ്പനാട്ട് കായലിൽ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കടലിലേക്ക് പോകുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിൽ 1/3 വെള്ളം മാത്രമേ കടത്തിവിടാൻ പറ്റുന്നുള്ളൂ. ആ സ്പിൽവേയിലെ പൊഴികളിലൊന്നും തന്നെ കൃത്യമായിട്ട് മാലിന്യം നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അടിഞ്ഞുകൂടി കിടക്കുന്നു. വെള്ളം അത്ര വേഗതയിൽ പോകുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. 2022, 23, 24 ഒക്കെ മഴ പെയ്തിട്ടുണ്ട്. ആ മഴയത്ത് ഇത്രയും അധികം വെള്ളം കുട്ടനാട്ടിൽ കയറിയിട്ടില്ല. എന്താ കാരണം? തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ ഒരു വിഭാഗത്തെ ജനങ്ങളോട് നമ്മൾ കാണിക്കുന്ന അനാസ്ഥയാണ്. വകുപ്പ് കയ്യിലുണ്ടായാൽ മാത്രം പോരാ, അത് ഭരിക്കാനും ആ വകുപ്പിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും വകുപ്പ് മന്ത്രിക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഇറിഗേഷൻ വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വീഴ്ചയിൽ നിന്നൊന്നും പഴയ വീഴ്ചകളിൽ നിന്ന് പഠിക്കാത്തത്? പരസ്പരം കുറ്റം പറഞ്ഞിരിക്കുകയാണോ? ഞങ്ങളല്ല, ടെൻഡർ വിളിക്കണമെങ്കിൽ വിളിക്കണം സാർ. എമർജൻസി ആണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആ മാലിന്യം നീക്കം ചെയ്യണം. ഇനിയും അപ്പർ കുട്ടനാട്ടിലെയും ലോവർ കുട്ടനാട്ടിലെയും ഒന്നും മനുഷ്യരെ നമുക്ക് പരീക്ഷിക്കാൻ കഴിയില്ല. മനീഷ് മഹിപാലാണ് അടുത്ത ഘട്ടത്തിൽ ലൈവായിട്ട് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം.